ഗൈസ്, അപ്പോൾ തലേ ദിവസത്തെ ന്യൂ ഇയർ പ്രോഗ്രാമിന് ശേഷം ഒന്ന് റെസ്റ്റ് പോലും എടുക്കാണ്ട് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ കസിൻ്റെ മാരേജിന് വേണ്ടിയിട്ടോ. സോ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് VD സതീശൻ സാർ ആയിരുന്നു. സംഭവം ഞാൻ പറയാലോ ഉള്ളത്, എനിക്ക് ഈ പാർട്ടിനെ പറ്റിയോ പ്രവർത്തനങ്ങളെ പറ്റിയോ ഒന്നും കാര്യഗൗരവമായിട്ട് സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ലാത്തൊരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് സാറിൻ്റെ അടുത്ത് കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഭയങ്കര പേടിച്ച് നിൽക്കുന്നു. എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് പറയാം, നിന്നെ ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്, നീ 30 താമസിക്കണേ, നമ്മൾ തമ്മിൽ നേരത്തെ വർഷങ്ങൾക്ക് മുന്നുള്ള പരിചയമുണ്ടല്ലോ എന്നുള്ള സീനിലൊക്കെ പുള്ളി ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നും അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ജീവിക്കുമായിരുന്നു. സോ സിമ്പിൾ മനുഷ്യൻ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയാണെങ്കിലും പുള്ളി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങളിപ്പോൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഗൈസ്. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ഇന്ന് മുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കണമായിരുന്നു. പക്ഷെ വെറും വാഗ്ദാനം മാത്രം കഴിച്ചു. അവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല വിശന്നു. ആൻഡ് ഞാൻ ബിരിയാണി എടുത്ത് കഴിച്ചു. പ്രതികാരം നാളെ വീട്ടാലോ, കുഴപ്പമില്ലല്ലോ. ആൻഡ് നമ്മളുടെ കസിൻ്റെ കല്യാണമല്ലേ, അങ്ങനെ ഞാനും അറിയാമ്മയും കൂടി ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കഴിക്കണോ വേണ്ടേ എന്ന് വിചാരിച്ച് ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല, അവൾ കഴിച്ചു. അവൾ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് ഒരു നല്ലൊരു ഡേ ആയിരുന്നു. കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണം.